മമ്മൂക്കേനെ പോലെ, ദാസേട്ടനെ പോലെ അങ്ങനെയുള്ള അതുല്യ പ്രതിഭകളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ തന്നെ നമുക്കും ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യകരമായൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഞാൻ മമ്മൂക്കനെ ആദ്യമായിട്ട് കാണുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ സിനിമയിൽ വരുന്നതിന് ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോട്ടയം നസീർക്കാട് ട്രൂപ്പിൽ മ്യൂസിക് ആർട്ടിസ്റ്റായിരുന്നു. അന്ന് കൈരളി ചാനലിൻ്റെ ഒരു പ്രോഗ്രാം ബോൾഗാട്ടി പാലസിൽ നടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മാറിയിരിക്കണു, ഇങ്ങനെ കുറേ നേരം കഴിയും പ്രോഗ്രാം തുടങ്ങാനേ. അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കര സൈലൻസ്. പക്ഷേ ഇന്ന് ഇത്ര ഒച്ചപ്പാടും ബഹളം ഉണ്ടായ സ്ഥലത്ത് ഭയങ്കര സൈലൻസ് എന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ആളുകളും കൂടി ഒരു ദിക്കിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ചെറിയൊരു പാസിങ്ങിലൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ മമ്മൂക്കോ ചിലർ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഓടുന്നു, മമ്മൂക്കോ അയ്യോ അപ്പോൾ എനിക്ക് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പുറകെ ഓടി. കാണാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഫ്രണ്ടിൽ പോയിരുന്നു മമ്മൂക്ക എന്നും പറഞ്ഞിട്ട് അത്രയുള്ളൊരു ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. ദൂരെ നിന്ന് ഞാനിങ്ങനെ കണ്ടു മമ്മൂക്കനെ. അതിനുശേഷം പ്രോഗ്രാം കഴിഞ്ഞ് ആക്സിഡൻ്റലി ഓരോരുത്തർക്ക് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക ഇങ്ങനെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു, ഞാനന്ന് ജഗതി വേഴ്സസ് ജഗതി ചെയ്യുന്നുണ്ട്, നിൻ്റെ പ്രോഗ്രാമൊക്കെ ഞാൻ കാണാറുണ്ട്, ദിലീപ് ഉണ്ടോ അവിടെ എന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കി, എൻ്റെ അടുത്ത് തന്നെയാണോ എന്ന്. ഞാൻ പറഞ്ഞു ദിലീപേട്ടൻ അവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം മമ്മൂക്ക എന്നും പറഞ്ഞ് ഓടി ദിലീപേട്ടൻ വിളിച്ചിട്ട് കൊടുത്തു. എൻ്റെ ദൈവം അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത് തന്നെ മമ്മൂക്ക എൻ്റെ അടുത്ത് സംസാരിച്ചു എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഒരു മമ്മൂക്കനെ പോലത്തെ വലിയൊരു കലാകാരൻ സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയം. പിന്നെ ഞാൻ ഊമപ്പെണ്ണിൻ്റെ ഉരിയാടാ പയ്യൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി രാക്ഷസ രാജാവിൻ്റെ സെറ്റിലാണ് പോയത്. അപ്പോൾ അന്ന് മമ്മൂക്ക പറഞ്ഞു, നിൻ്റെ പ്രോഗ്രാമൊക്കെ ഞാൻ കാണാറുണ്ട്, നിനക്കൊരു കാര്യം ചെയ്യും, കൈരളിയിൽ ഒരു പ്രോഗ്രാം ചെയ്താലോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ നമുക്ക് ചെയ്യാം. അപ്പോൾ തന്നെ വിനയൻ സാർ പറഞ്ഞു, എൻ്റെ നായകനെ തട്ടിയെടുക്കണ്ട, അയ്യോ എനിക്ക് നിങ്ങളുടെ നായകനെ വേണ്ട എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അന്നങ്ങനെ സംസാരിച്ചു രാക്ഷസ രാജാവിൻ്റെ ലൊക്കേഷനിൽ വെച്ച്. അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എന്താ പറയുക, ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ പടം, അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അന്നാണ് ഞാൻ കൂടുതൽ മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറെയും വ്യക്തിയെയും ഒരുപാട് അടുത്തറിയുന്നത്. അതിൽ ഒരു ഷോട്ടുണ്ട്. കാരണം മമ്മൂക്ക എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ഞാൻ അദ്ദേഹത്തിനെ ചതിച്ചതിന് തുല്യമായിട്ടുള്ളൊരു രംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം, എന്തിനാടാ നിൻ്റെ ഒരു അനിയനെ, ഞാൻ നിന്നെ ഒരു അനിയനെ പോലെടാ കണ്ടിട്ടുള്ളൂ, മറ്റേതടാ മറിച്ചാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ രൂക്ഷമായിട്ട് തന്നെ പുള്ളിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് സത്യം പറഞ്ഞ് ഞാൻ കരഞ്ഞുപോയി. കാരണം കരയാൻ പാടില്ല, വളരെ ബോൾഡായിട്ട് നിൽക്കേണ്ട ക്യാരക്ടറാണത്. ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെയുള്ള ഒരു പാവം പിടിച്ച മനുഷ്യൻ ഞാൻ എങ്ങനെ ചതിക്കും എന്നുള്ള രീതി ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, സിദ്ദിഖിന് ഇതുപോലെ പറ്റിയിട്ടുണ്ടോ, വാത്സല്യം സിനിമയിൽ ഞാനിങ്ങനെ സെൻറ്റിമെൻ്റലായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവനും കരഞ്ഞു പോയി എന്ന് പറയും. കാരണം അത് ചുമ്മാ അറിയാലോ, ഞാൻ പറയുന്നത് തന്നെ ആർഭാടമായി പോകും. കാരണം വെറുതെ വായിലൂടെ വരുന്ന ഡയലോഗല്ല, അത് മനസ്സിൽ തട്ടിയിട്ടാണ് അദ്ദേഹം ഓരോ ഡയലോഗുകളും പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലാണെങ്കിലും എവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ അറിവ് കാര്യങ്ങൾ ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വ്യക്തിപരമായിട്ടും ഒരുപാട് പേരെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് മമ്മൂക്ക. അതുപോലെ തന്നെ മമ്മൂക്കയെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ.